വാഴകളെ കണ്ടം വഴി ഓടിക്കണം, ഇല്ലേൽ പണി പ്രേക്ഷകർക്ക്. മുന്നറിയിപ്പുമായി മോഹൻലാൽ. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിലായിരുന്നു ബിഗ് ബോസ് സീസൺ 7 തുടക്കമായത്. 20 വ്യക്തികളും 19 മത്സരാർത്ഥികളുമായി ഓഗസ്റ്റ് 3 ബിഗ് ബോസ് 7 ആരംഭിച്ചു. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരും അല്ലാത്തവരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുണ്ട്. പലരും ഇതിനകം തങ്ങളുടെ സ്ട്രാറ്റജികളും ഗെയിമുകളും ആരംഭിച്ചുവെങ്കിൽ ചിലർ ഇപ്പോഴും പതുങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരക്കാർ പോർവിളിയുമായി രംഗത്തെത്തുമോ എന്നത് കാത്തിരുന്ന് അറിയേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 ആദ്യ എവിക്ഷനിലുള്ളത് 8 മത്സരാർത്ഥികളാണ്. ശൈത്യ, രഞ്ജിത്ത്, ജിസേൽ, നെവിൻ, രേണു, ആര്യൻ, അനുമോൾ, ശാരിക എന്നിവരാണവർ. പ്രേക്ഷകർ തീരുമാനിക്കുന്ന വിധി മോഹൻലാൽ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അറിയാനാകും. എവിക്ഷനുമായി ബന്ധപ്പെട്ട ബിഗ് ബോസ് ടീം പുറത്തുവിട്ട പുതിയ പ്രൊമോ ഏറെ ശ്രദ്ധ നേടുകയാണ്. പ്രേക്ഷകർ വോട്ടുകൾ കൃത്യമായും ബുദ്ധിപൂർവ്വവും വിനിയോഗിക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെടുന്നു. അംഗം തുടങ്ങിയ സ്ഥിതിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പാടത്തു പണി വരമ്പത്ത് കൂലി, ഇതാണ് ഇത്തവണത്തെ ഒരു ലൈൻ. കൂലി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഓരോ വിലപ്പെട്ട വോട്ടും അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. അല്ലാതെ ആർമികളുടെയും PR ടീമുകളുടെയും വാക്കുകൾ കേട്ട് ജയ് വിളിക്കരുത്. പച്ചാടം ഭാസികളെയും PR രാജാക്കന്മാരെയും തിരിച്ചറിയാതെ പോകരുത്. സേഫ് ഗെയിമും കളിച്ച് ബിഗ് ബോസ് വീട്ടിൽ വാഴകളായി നിൽക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിക്കണം. കണ്ടന്റ് തരുന്നവർ മാത്രം മതി ഷോയിൽ. എന്നാലേ എൻഗേജിങ് ആവൂ, എന്റർടൈനിങ് ആവൂ. പ്രതികരിക്കുന്നവരെയും നിലപാടുള്ളവരെയും എവിക്റ്റാക്കി അലസന്മാരെയും അർഹതയില്ലാത്തവരെയും ഷോയിൽ നിർത്തിയാൽ പണി നിങ്ങൾക്കാകും കിട്ടുക. അന്നേരം അയ്യോ ഈ സീസൺ അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന പരാതിയും പൊക്കി വന്നേക്കരുത്. ഞങ്ങളുടെ കൂടെ പ്രേക്ഷകരും പണിയെടുത്താലേ പണി 7ന്റെ പണിയാകൂ. അത് ഓർമ്മ വേണം. അപ്പോൾ സവാരി ഗിരിഗിരി എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ.